ഉത്തരം പറ അച്ഛാ. മത്സരത്തിൽ ജയിച്ചു വന്ന ചേച്ചിയെ വല്ലുവിഞ്ഞ് കല്യാണം കഴിക്കുന്നത് അച്ഛന് ഇഷ്ടമാണോ? അനിയൻകുട്ടാ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോകുന്നതാ നല്ലത്. അറിഞ്ഞു കഴിഞ്ഞാൽ അറിയണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അച്ഛൻ അറിയില്ല. പക്ഷെ ഒന്നച്ഛൻ പറയാം, തൃച്ചംബരത്തിന് അപമാനമാകുന്ന ഒന്നിനും എന്റെ മക്കൾ കൂട്ടുനിൽക്കാൻ അച്ഛൻ അനുവദിക്കില്ല. അങ്ങനെ വല്ലതുണ്ടായാ പിന്നെ ഈ അച്ഛനുണ്ടാവില്ല. ദാസേട്ടാ, ആ വലിയ ദാസേട്ടാ, പനിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കല്യാണി 2 ദിവസം കഴിഞ്ഞാ വരുമെന്ന് അറിഞ്ഞപ്പോഴേ പകുതി അസുഖം കുറഞ്ഞു. അല്ല, കുഞ്ഞിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ പോലെ? ഏയ്, ഒന്നുമില്ല ദാസേട്ടാ, ഓഫീസിലെ ഓരോരോ പ്രശ്നങ്ങള്. എന്നാ കുഞ്ഞിന്റെ കാര്യം നടക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. വിവരം അറിഞ്ഞപ്പോ അന്വേഷിക്കാനുള്ള മനസ്സുണ്ടായല്ലോ, എനിക്കത് മതി. ഞാൻ ഇടയ്ക്ക് വിളിക്കാൻ ദാസേട്ടാ. ആയിക്കോട്ടെ കുഞ്ഞെ. ആ, മോൻ എന്തെങ്കിലും കഴിച്ചോ? ആഹാരമൊക്കെ സുജാത ചേച്ചി കൊണ്ടുവന്നു. പൊടിയരിക്കഞ്ഞിയുണ്ട്. അച്ഛനൽപ്പം കഞ്ഞി എടുക്കാം. ഇപ്പൊ വേണ്ട, ചുക്ക് കാപ്പി കുടിച്ചാലേ ഉള്ളൂ. ടീച്ചർ പറയുന്ന കേട്ടു, ധാരാളം വെള്ളം കുടിച്ചാൽ ഇപ്പോഴത്തെ പനി മാറുള്ളൂന്ന്. ഏതായാലും ഞാൻ കുറച്ച് കഞ്ഞി എടുക്കാം. സുബ്രുവിനെ കാണുന്നതിന് മുമ്പ് കല്യാണി പോകാറുള്ള ക്ഷേത്രത്തിലൊന്ന് നോക്കാം. മത്സരം എടുത്തതുകൊണ്ട് ഒരു പക്ഷേ ദേവിയെ പ്രാർത്ഥിച്ച് പോയിട്ട് നോക്കാൻ പോയതാണെങ്കിലോ? ഹലോ. ആ, നീ ഒരു ഓട്ടോ വിളിച്ച് വിളിപ്പുറത്ത് അമ്പലത്തിലേക്ക് വാ. നീ വാ, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ശരി. ചേട്ടാ, വിളിപ്പുറത്ത് അമ്പലം വരെ ഒന്ന് പോണം. അകത്തേക്ക് കയറാൻ എന്താ ഒരു വഴി? ഞാനിപ്പോ 1 മിനിറ്റ് നേരത്തേക്ക് മെയിൻ സ്വിച്ചും ഇൻവെർട്ടറിന്റെ സ്വിച്ചും ഓഫ് ചെയ്യാം. വീട് മുഴുവൻ ഇരുട്ടാവും. ആ 1 മിനിറ്റിനുള്ളിൽ നീ റൂമിലേക്ക് വരണം.
കറണ്ട് പോയല്ലോ. ആരെങ്കിലും ആ ഇൻവെർട്ടർ ഒന്ന് ഓണാക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവാനുള്ളതായിരുന്നല്ലോ. 2 തവണയായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, അടയ്ക്കണ്ട. വല്യൂഞ്ഞി ചിലപ്പോ വന്നാലോ? ഈശ്വര, ആരോ വരുന്നുണ്ടല്ലോ. ആനന്ദേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കെ. കല്യാണി എവിടെയും പോയിട്ടുണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. ദേ, എന്നെ വിശ്വാസമല്ലേ നിനക്ക്? ഭാഗ്യം, കൂടെ സുബ്രസാറാ. വല്യൂഞ്ഞിനോട് ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാം. എനിക്ക് ഈ സങ്കടം കാണാൻ കഴിയണില്ല. അയ്യോ, ബ്രോ ഇതെവിടെയായിരുന്നു? ഞാൻ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ? ബ്രോ ഇത് ഫോൺ എടുക്കാത്തെ? ഇത് ഭയങ്കര കഷ്ടം കേട്ടോ, മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട്. ബ്രോ എന്തു പറ്റി? എന്താ എന്റെ ബ്രോയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? ബ്രോ എന്ത് പറ്റി ബ്രോ? സുബണ്ണ, എന്റെ ബ്രോയ്ക്ക് ഇതെന്താ പറ്റിയേ? സുബണ്ണ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? എന്റെ ബ്രോയ്ക്ക് എന്താ സങ്കടമെന്ന് എനിക്കറിയണോ? അത് എനിക്ക് ജീവനുള്ളപ്പോ ഈ കണ്ണ് ഇറങ്ങി ഞാൻ സമ്മതിക്കില്ല. എന്റെ ബ്രോയെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. പറ, എന്താ കാര്യം? കല്യാണിയെ കാണാനില്ല. ഡാൻസ് സ്കൂളിൽ പോയി കല്യാണി കാണാനില്ലെന്നോ? അതെ, ഡാൻസ് സ്കൂളിൽ നിന്ന് കല്യാണിയെ കാണാതായി. അല്ല, ഇതെവിടെ പോയി? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് അറിയാൻ വയ്യല്ലോ ഇത്. അല്ല, ഇനി കല്യാണി ബ്രോയെ കാണാൻ വന്നാണെങ്കിലോ? ഇനി കല്യാണി ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം എന്നാ എന്റെ മരണം എന്ന അർത്ഥം. എന്തൊക്കെയാ ബ്രോ ഇത്? അവള് പാവ, ഇഷ്ടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നടന്നവൾ.
അവളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങിയതാ ഞാൻ. ഇനി അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. എനിക്ക് വേണം അവളെ. വല്യോഞ്ഞേ, ബ്രോ അല്ല സുവർണ, ഇത് കല്യാണി ഇതിനകത്ത്? അതൊക്കെ ഞാൻ പറയാം, നീ വാ. അല്ല നീ വാ. ഈ സ്നേഹം കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് സുഹൃത്താ വല്യോഞ്ഞ ചെയ്തത്. നീയല്ല കല്യാണി, ഞാനാ ഭാഗ്യവാൻ. നീ എവിടെയായിരുന്നു കല്യാണി? നിന്നെ ഞാൻ എവിടെയെല്ലാം തെരഞ്ഞെന്നറിയോ? ഗംഗയെക്കുറിച്ച് ഇപ്പൊ വല്യോഞ്ഞിനോട് പറയാണ്ടിരിക്കുന്നതാ നല്ലത്. നീ എന്താ കല്യാണി ആലോചിക്കുന്നത്? അത് ഒന്നുമില്ല വല്യോഞ്ഞെ. ശിവരാമൻ സാറിന് AC-ന്ന് എന്തോ അപകടം സംഭവിക്കുന്നൊരു ദുസ്വപ്നം കണ്ടു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴേക്കും താഴെ ഓരോരുത്തരായിട്ട് വന്നോണ്ടേയിരുന്നു. അപ്പോഴാ സ്റ്റെയറിന്റെ താഴെ AC-യുടെ സ്വിച്ച് ഉണ്ടെന്ന് ഓർത്തത്. അത് ഓഫ് ചെയ്തിട്ട് എല്ലാരും ഒഴിയണ വരെ ആ സ്റ്റെയറിനിടയിൽ ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. അനിയൻകുട്ടൻ വല്യോഞ്ഞിനോട് സംസാരിക്കണതൊക്കെ ഞാൻ കേട്ടു. ഭാഗ്യമെന്ന് പറയാം. ഒരുപക്ഷെ AC ഓഫായില്ലായിരുന്നുവെങ്കിൽ വലിയ അപകടമായേനെ. കല്യാണി, നീ അപ്പൊ ആ സ്വിച്ച് ഓഫ് ചെയ്തില്ലായിരുന്നെങ്കിൽ അച്ഛൻ... ഇല്ല വല്യോഞ്ഞെ, ശിവരാമൻ സാറിന് ഒന്നും വരില്ല. ദൈവം നമ്മളെ കൈവിടില്ല. നീ രണ്ടാം തവണയാ അച്ഛന്റെ ജീവൻ രക്ഷിക്കുന്നത്. ഒരുപാട് കടമുണ്ട് കല്യാണി നിന്നോട്. വല്യോഞ്ഞെ, എനിക്ക് അച്ഛനെ ഒന്ന് ഫോൺ ചെയ്യണം. അച്ഛന് സുഖമില്ലെന്ന് അനിയൻകുട്ടൻ പറഞ്ഞപ്പോ എനിക്കെന്റെ ജീവൻ അങ്ങ് പോണത് പോലെയാ തോന്നിയേ. കല്യാണി, ഞാൻ ദാസേട്ടനെ പോയി കണ്ടിരുന്നു. ദാസേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ദാസേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി നാളെ വിളിക്കാൻ. കല്യാണി, നീ ഇപ്പോഴെങ്കിലും മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഒരു... വേണ്ട, അത് കേൾക്കാനുള്ള ത്രാണി പോലും ഈ കല്യാണിക്കില്ല. ആനന്ദ്, അയ്യോ, അഖില മാഡം. ആനന്ദ്, അമ്മേ, ഇരിക്കമ്മേ. വേണ്ട, നീ ഉറങ്ങാൻ തുടങ്ങിയോ? ഇല്ലമ്മേ. അച്ഛനെങ്ങനെയുണ്ട്? അച്ഛൻ അവിടെ ഫോൺ ചെയ്യ. നടന്നതൊക്കെ ഓർക്കുമ്പോ ഉള്ളിലൊരു തീയ. കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ആലോചിക്കാൻ കൂടി വയ്യ അമ്മയ്ക്ക്. ദൈവം വന്ന് കറണ്ട് ഓഫ് ചെയ്തതുപോലുണ്ട്. ദൈവമല്ലമ്മേ, ദേവി. ആ, അല്ല, അമ്മ എപ്പോഴും ദേവിയുടെ അമ്പലത്തിലാണല്ലോ പോവാറ്. ആ, അതെ അതെ. അമ്മേ, ആ ലിക്വിഡ് AC-യിൽ ഫിറ്റ് ചെയ്തതില് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തിനാ വെറുതെ സംശയങ്ങളൊക്കെ? അവള് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. അമ്മയ്ക്ക് അവളെ അടിച്ചുപോയല്ലോ എന്നുള്ള കുറ്റബോധമാ. അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം.
തൃച്ചംബരത്ത് മൂത്ത മരുമകളായി വരുന്ന പെണ്ണിന് അമ്മയെ പോലെ മുഖശ്രീയും കൈപുണ്യവും ഒക്കെ വേണം. ഇത് രണ്ടും ആ ഗംഗയ്ക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവള് ചെയ്ത പ്രവൃത്തിയിൽ അച്ഛന്റെ ജീവൻ ആപത്തുണ്ടാവില്ലായിരുന്നു. എനിക്കെന്തോ ഇതത്ര നല്ലതായി. ആനന്ദ് വേണ്ട പ്ലീസ്. എല്ലാം എനിക്കറിയാം. നീ ഒന്നും പറഞ്ഞു തരണ്ട. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. മാറ്. ഹേയ്, ഒന്നുമില്ലടാ. വിലാസിനി നിന്നെ വെറുതെ പേടിപ്പിച്ചതാ. ആ, അപ്പൊ ചില അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആടാ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ബിസിനസ് എന്താണെന്ന്. ഇപ്പൊ നിർത്തണമെന്ന് തോന്നിയ ഇതുവരെയുള്ള അധ്വാനമൊക്കെ പാഴ്. ശരി, യാത്രയിലല്ലേ, വച്ചേക്ക്. പിന്നെ വിളിക്കാം. അഖിലേ, എന്തു പറ്റി? നീ എന്താ പെട്ടെന്ന് ടെൻഷനായത്? എന്ത് പറ്റി നിനക്ക്? എനിക്ക് ഇതുവരെ ഒന്നും പറ്റിയില്ല കൃഷ്ണേട്ടാ. പക്ഷെ നമ്മുടെ മോൻ കാരണം ആനന്ദ് എന്നെ... നീ എന്തായി പറയുന്നത്? നിന്റെ കണ്ണു നിറയും കാരണം ആനന്ദാണെന്ന്? കൊള്ളാം, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗംഗയുടെ കാര്യത്തിൽ ഞാനും അവനും തമ്മിൽ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇന്ന് വരെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഞാൻ പറയുന്നതായിരുന്നു കൃഷ്ണേട്ട അവന്റെ അവസാന വാക്ക്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് അവൻ എന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന അർത്ഥത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ഏത് തീരുമാനം തെറ്റായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്? തെറ്റെന്ന് അടിവരയിട്ട് പറഞ്ഞില്ല. പക്ഷെ അവൻ പറഞ്ഞു വന്നതിന്റെ പൊരുളതായിരുന്നു. ഗംഗയുടെ കാര്യത്തിൽ എനിക്കെന്തോ പിഴവ് പറ്റിയെന്നു. ഗംഗയുടെ കാര്യത്തിലോ? അതെ കൃഷ്ണേട്ടാ, ഗംഗ ഈ കുടുംബത്തിന് യോജിച്ച മരുമകളായിരിക്കില്ല എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെറും ഒരു തോന്നലല്ല, അവൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതാ സത്യം. എന്തിന്റെ അടിസ്ഥാനത്തിലാ അവൻ ഇങ്ങനെ ഒരു തോന്നലുണ്ടായതെന്ന് നീ ചോദിച്ചില്ലേ? ഇല്ല കൃഷ്ണേട്ടാ, അവന് പറയാൻ കാരണങ്ങൾ 100 ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന ഒറ്റ വാക്കിൽ അവനെല്ലാം അവസാനിപ്പിക്കാനും കഴിയും. അതിനൊരവസരം ഞാൻ കൊടുത്തില്ല. കൃഷ്ണേട്ടൻ വലിയൊരാപത്തിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാ അവൻ ഗംഗയുടെ കാര്യം എടുത്തിട്ടത്. ഓ അഖിലേ, അത് ചിലപ്പോ ഇന്നിവിടെ നടന്ന സംഭവത്തിൽ അവൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഗംഗ തെറ്റുകാരിയായി അവന് തോന്നിയിട്ടുണ്ടാവും. അല്ല, അതായിരിക്കാൻ വഴിയില്ല. അവൻ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാ സംസാരിച്ചത്. എല്ലാ കാര്യത്തിലും എന്ന പോലെ ഗംഗയുടെ കാര്യത്തിലും എന്റെ തീരുമാനമാണ് ശരിയെന്ന് അവന് വഴിയെ മനസ്സിലാവും. അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കും അവന്. ഒരുപക്ഷേ അഖിലയുടെ തീരുമാനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ അഖിലയ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കൃഷ്ണേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നീ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കിയതാ. കൃഷ്ണേട്ടൻ വിഷമിക്കണ്ട. തൃച്ചംബരത്തെ മൂത്ത മരുമകളെ തെരഞ്ഞെടുക്കാൻ നടത്തുന്ന ഈ ഡാൻസ് മത്സരത്തിൽ ഗംഗ ജയിക്കും. അതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുകയും ചെയ്യും. അതെ, മത്സരത്തിന്റെ ജയപരാജയങ്ങൾ
തൃച്ചംബരത്തിന്റെ വിധി നിർണയിക്കട്ടെ.